കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട ബസ് ഓടിയത് ഇരട്ടി വേഗത്തിലെന്ന് പ്രാഥമിക വിലയിരുത്തൽ. പരമാവധി 50 കിലോമീറ്റർ മാത്രം വേഗപരിധിയുള്ള പ്രദേശത്തിലൂടെ 130 കിലോമീറ്റർ വേഗത്തിലാണ് വാഹനം സഞ്ചരിച്ചത്. മഴയുള്ള സമയത്ത് ഇത്രയും വേഗത്തിൽ വളവ് തിരിയാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാമെന്നാണ് വിലയിരുത്തൽ. കുറ്റിപ്പുറം ബസ് അപകടത്തിൽ സ്വകാര്യ ബസ് വന്നത് അമിത വേഗതയിലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇന്നലെ വൈകിട്ട് സംഭവസ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, ദേശീയപാത അതോറിറ്റി, നാറ്റ്പാക് എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. വളവിൽ അമിത വേഗത്തിൽ എത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പരമാവധി 50 കിലോമീറ്റർ മാത്രം വേഗപരിധിയാണ് ഈ പ്രദേശത്തുള്ളത്. എന്നാൽ 130ഓളം കിലോമീറ്റർ വേഗത്തിലാണ് ബസ് എത്തിയത്. ഉയർന്ന വേഗത്തിൽ വളവ് തിരിയാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്ന് വാഹനം വഴുതി മാറുകയോ ചെയ്തതാകാം അപകട കാരണമെന്നാണ് അനുമാനം. നിലവിലെ റോഡ് ഡിസൈൻ രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറ്റിപ്പുറം ദേശീയപാതയിൽ ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടം ഉണ്ടായത്. ജനം, മലപ്പുറം.